വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ലൈഫ് ബൈ സച്ചു. ഇതിപ്പോൾ എന്തിനാ ഈ ആവി പറക്കുന്ന വട്ടയിലാപ്പം കാണിച്ച് കൊതിപ്പിക്കുന്നതെന്നല്ലേ? അതെ, വെറുതെ ഒരു വട്ടയില കണ്ടപ്പോൾ ഉണ്ടാക്കിയ വട്ടയിലാപ്പം അല്ല കേട്ടോ. ആഗ്രഹം തോന്നിയപ്പോൾ തേടി പിടിച്ചു പോയി കൊണ്ടുവന്ന് അതിൽ തേങ്ങാപ്പീരയും നല്ല ഈന്തപ്പഴച്ചാറും മുണ്ടിരിയും എല്ലാം ചേർത്ത് ആവിയിൽ വേവിച്ചെടുത്തതാണേ. നല്ല ആവി വരുമ്പോൾ എന്താ ഒരു മണം അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ വട്ടയിലയിൽ ഉണ്ടാക്കുന്ന വട്ടയിലാപ്പം, അതോ വാഴയിലയിൽ ഉണ്ടാക്കുന്ന വട്ടയിലാപ്പമാണോ ഇഷ്ടം? എന്താണെങ്കിലും എനിക്കിന്ന് ഈ വട്ടയിലാപ്പത്തിനൊരല്പം മധുരം കൂടുതലാണേ. അത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് അത് നേടിയെടുക്കുമ്പോൾ, അതായത് മറ്റുള്ളവരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും കഷ്ടപ്പെട്ടിട്ട് കിട്ടാതെ പിന്നോട്ട് മാറിയപ്പോഴും ഞാൻ എന്താണ്, വട്ടയിലല്ലേ, ഇത് ഈ ലോകത്തിൽ ഇല്ലാത്ത സാധനമല്ലല്ലോ, നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് മഴയത്ത് വെള്ളം ചവിട്ടി ഞാനും മോനും കൂടി നടന്നു പോയി വഴിയിൽ വക്കിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്നതാണേ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടുമ്പോഴത്തേനും എന്താണ്, കുറച്ചുകൂടി മധുരം കൂടുതലാണ് അല്ലേ? വട്ടയിലാപ്പത്തിന് മധുരം ഉണ്ടല്ലോ എന്നല്ലേ? അല്ല, എനിക്കിന്ന് ഈ വട്ടയിലാപ്പത്തിന് ഒരല്പം മധുരം കൂടുതലാണ്. അതിന് നമ്മൾ ആഗ്രഹിച്ച കാര്യം കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോഴേ അതിന് വട്ടയിലാപ്പമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിനൊരു പ്രത്യേക മധുരമാണ് അല്ലേ? ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു മധുരം. നിങ്ങൾ വിചാരിക്കും ഇത് ഏതാ ഈ വട്ടയിലില്ലാത്ത നാടെന്ന് അല്ലേ? ഇഷ്ടംപോലുള്ള നാടായിരുന്നല്ലോ, പക്ഷേ വീടുകൾ അധികമായപ്പോൾ വട്ടയില കാണാനില്ലാണ്ടിരുന്നാൽ തീരില്ല കേട്ടോ. തണുത്ത് പോകുന്നതിന് മുന്നേ ചായയും കുടിച്ച് കഴിക്കട്ടെ. ഓക്കേ.